സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നാടാണ് ഇടുക്കിയിലെ ചിന്നക്കനാൽ. 6 വർഷത്തിനുള്ളിൽ ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 6 പേരാണ്. ഒരു പതിറ്റാണ്ടായി മനുഷ്യജീവൻ കാട്ടാനക്കലിയിൽ നിരന്തരം നഷ്ടമാകുമ്പോഴും പ്രതിരോധ നടപടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ്. കാട്ടാന ആക്രമണത്തിൽ മാത്രം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട നാടാണ് ഈ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖല. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 47ഓളം ആളുകളുടെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് ചിന്നക്കനാൽ പഞ്ചായത്തിൽ. ചിന്നക്കനാൽ ആനക്കലിയിൽ പൊലിയുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യജീവനാണ് കണ്ണൻ്റേത്. 2018 മുതൽ ഇങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ കണ്ണൻ വരെ 6 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2018 ജൂലൈ 3-ന് 301 ഗ്രാമനിവാസിയായ തങ്കച്ചൻ, 2019 മെയ് 12-ന് 301 ഗ്രാമനിവാസി തന്നെയായ കൃഷ്ണൻ, 2020 ഫെബ്രുവരി 25-ന് സൂര്യനെല്ലി സ്വദേശിയായ തങ്കരാജൻ, 2022 മാർച്ച് 30-ന് സിംഗകണ്ഠം സ്വദേശി ബാബു, 2024 ജനുവരി 26-ന് BL റാവു സ്വദേശിയായ സൗന്ദർരാജ്, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ടാങ്കുകുടി സ്വദേശിയായ കണ്ണൻ. ഈ വർഷം ജനുവരി മുതലുള്ള കണക്കെടുത്തു നോക്കിയാൽ ഇടുക്കി ജില്ലയിൽ 6 പേർ കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജനുവരി 8-ന് പന്നിയാറിലെ തോട്ടം തൊഴിലാളിയായ പരിമളം, ജനുവരി 22-ന് മൂന്നാർ ഗുണ്ടുമലയിൽ കോയമ്പത്തൂരിൽ നിന്നെത്തിയ പോൾ രാജ്, ഫെബ്രുവരി 26-ന് കന്നിമല ടോപ്പ് ഡിവിഷനിലെ ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാർ, ജനുവരി 26-ന് ചിന്നക്കനാൽ സ്വദേശി സൗന്ദർരാജ്, മാർച്ച് 4-ന് അടിമാലി കാഞ്ഞിരവേലി സ്വദേശിയായ ഇന്ദിര രാമകൃഷ്ണൻ. ഇങ്ങനെ നീളുന്നു മരണപ്പെട്ടവരുടെ കണക്കുകൾ. മനുഷ്യജീവനും നഷ്ടമാകുമ്പോൾ അധികൃതർ ഓടിയെത്തി വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ അതൊന്നും പാലിക്കപ്പെടാറില്ല. ചിന്നക്കനാലിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിരോധ പദ്ധതികൾ ഇന്നും ഫയലിൽ ഉറങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇടുക്കിയിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 47 പേര്. കാട്ടാന ആക്രമണത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലകളെ സുരക്ഷിതമാക്കുന്ന പദ്ധതി വനം വകുപ്പ് തയ്യാറാക്കി. സർക്കാർ അനുമതിയും നൽകി. എന്നാൽ ഒന്നും നടന്നിട്ടില്ല. പദ്ധതികൾ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. കാട്ടാനകളെ സംരക്ഷിക്കുന്നതിനൊപ്പം മനുഷ്യജീവനുകൾ കൂടി സംരക്ഷിക്കണ്ടേ എന്ന ചോദ്യമാണ് ഇവിടുത്തെ കർഷക ജനത ഉന്നയിക്കുന്നത്. ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. പ്രതിരോധ നടപടികൾ പേപ്പറിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, അത് നടപ്പിലാകണം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.